ഭാവിയിൽ നടക്കുന്ന അപകടങ്ങൾ മുൻകൂട്ടി കാണാൻ ഒരു മനുഷ്യന് സാധിക്കുമോ? ഈ ഒരു കാര്യം ഒരു ചോദ്യചിഹ്നമായി മാറുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. ടെലിപ്പതിയിലൂടെ ആർ.വി. മായ എന്ന ഒരു ലേഡി നടത്തുന്ന പ്രവചനങ്ങളാണ് മിക്കതും ഫലിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാം ഫലിക്കുന്നു എന്നല്ല, അവർ പോസ്റ്റ് ചെയ്യുന്ന ആ സംഭവങ്ങൾ ഒരു വർഷത്തിനിടയിൽ അല്ലെങ്കിൽ വെറും ദിവസങ്ങൾക്കുള്ളിൽ ഫലിക്കുന്നു എന്നതാണ്. അപ്പോൾ ഒന്നോ രണ്ടോ ഒക്കെ ആണെങ്കിൽ നമുക്ക് യാദൃശ്ചികം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇത് വീണ്ടും വീണ്ടും ഓരോരോ കാര്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഉണ്ടായ ടൂറിസ്റ്റ് ബസ് ടീച്ചേഴ്സ് മരിച്ച ആ സംഭവത്തിൽ അവർ വ്യക്തമായിട്ട് അവരുടെ ആ പോസ്റ്റിൽ ദിവസങ്ങൾക്ക് മുന്നേ കറക്റ്റായിട്ട് അറിയാമല്ലോ, ദിവസങ്ങൾക്ക് മുന്നേ അവരത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. 16 പേര് യാത്ര ചെയ്യുന്നു, അതിൽ 3 കുട്ടികളുണ്ട്, മരണപ്പെടുമെന്ന്. അപ്പോൾ ഇവരിത് എഴുതി പോസ്റ്റ് ഷെയർ ചെയ്യുകയാണ്. ഒരുപാട് പേരിലേക്ക് ഷെയർ ചെയ്തത് കൊണ്ടാണ് കുറച്ച് മരണം അതിൽ കുറഞ്ഞത് എന്നാണ് ഈ ലേഡി അവകാശപ്പെടുന്നത്. അങ്ങനെ തന്നെയാണ് അവർ പറയുന്നത് കേട്ടോ. അവർ സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ പറയുമല്ലോ, നമ്മളൊരു മോശമായിട്ടുള്ളൊരു സ്വപ്നം കണ്ടാൽ അത് 10 പേരോട് പറയണം എന്ന് പറയുമല്ലോ. അപ്പോൾ ആ സ്വപ്നം ഫലിക്കില്ല എന്ന് പറയുമല്ലോ. അങ്ങനെ പോലെ ഇത് സ്വപ്നമല്ല കേട്ടോ. ഈ ലേഡി പറയുന്നത് ഇത് സ്വപ്നമല്ല. അവർ ചിലപ്പോൾ എന്തെങ്കിലും കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ എന്തെങ്കിലും ചെടി നനയ്ക്കുമ്പോഴോ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് സഡനായിട്ട് വെറും സെക്കൻഡുകൾ കൊണ്ട് അവരുടെ മുന്നിലൂടെ മാഞ്ഞു പോകുന്ന ഓരോ കാഴ്ചയാണ്. അവർ ആ സ്പോട്ടിൽ തന്നെ അത് എഴുതി വെച്ചില്ല എന്നുണ്ടെങ്കിൽ അത് കുറച്ച് കഴിയുമ്പോൾ മറന്നു പോകും. അങ്ങനത്തെ കുറച്ച് സ്വപ്നങ്ങളുണ്ട്. നമ്മൾ നല്ല ഡീപ്പായിട്ട് നമ്മൾ കണ്ട ഒക്കെ ചില സ്വപ്നങ്ങൾ രാവിലെ ആകുമ്പോഴത്തേക്കും രാവിലെ ഓർമ്മ കാണും, കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മറന്നു പോകും. അതെന്താണെന്ന് നമുക്ക് ഓർമ്മിച്ചെടുക്കാൻ പറ്റാത്ത ചില സ്വപ്നങ്ങളുണ്ട്. അങ്ങനെ തന്നെയാണ് ഇവർ പറയുന്നത്. അത് അവർ ഉടനെ എഴുതി വെക്കും. അതുപോലെ ആ ഒരു ടൂറിസ്റ്റ് അപകടം കഴിഞ്ഞതിന് ശേഷം ഇവർ വീണ്ടും ഒരു പ്രവചനം നടത്തിയിരുന്നു. ഇതൊരു ബസ്സാണ് അപകടത്തിൽപ്പെടുന്നത്, 16 പേര് മരിക്കും എന്ന് കൊക്കയിലേക്ക് മറിഞ്ഞിട്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ജമ്മു കാശ്മീരിൽ ഒരു അപകടം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് അതിൽ കമൻ്റ് ഇടുന്നുണ്ട്, ഇത് യാദൃശ്ചികമാണ്, അത് ഇഷ്ടംപോലെ അപകടങ്ങൾ നടക്കുമല്ലോ, ഇവിടെ അല്ലെങ്കിൽ മറ്റൊരിടത്ത് നടക്കും. പക്ഷേ എത്ര അപകടങ്ങൾ നടന്നു എന്നുള്ളതാണ്. കൊക്കയിലേക്ക് മറിഞ്ഞിട്ട് ഈയിടെ കാലത്ത് എത്ര അപകടങ്ങൾ നടന്നു. ആകെ ഒരു സംശയത്തിൻ്റെ ഇതിലാണ് കേട്ടോ. പക്ഷേ സയൻറ്റിഫിക്കായിട്ട് ഇതിന് യാതൊരു പ്രൂഫും ഇല്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. പിന്നെ ഈ ഒരു അപകടം പ്രവചിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ അവർ യാത്ര ചെയ്ത ആ വണ്ടിയുടെ നമ്പറും ഈ ലേഡിയുടെ നമ്പർ പ്ലേറ്റും ഒരേ നമ്പറാണ്. അത് അവർ ഈ പ്രവചനങ്ങൾ എല്ലാവരോടും പറയുന്നത് കൊണ്ടുള്ള അവരുടെയൊക്കെയുള്ള വാണിംഗ് എന്ന നിലയിലാണ് ആ ലേഡി പറയുന്നത്. അവർക്ക് വാണിംഗ് കൊടുക്കുന്നതാണെന്നാണ് പറയുന്നത്. പ്രവചനങ്ങൾ പറയുന്നല്ലോ, ഭാവിയിൽ ഉണ്ടാവുന്ന ഒരു കാര്യങ്ങളാണ്. അപ്പോൾ ആ ഒരു ശക്തിക്ക് അത് താല്പര്യമില്ലായിരിക്കാം ഒരു പക്ഷേ അങ്ങനെ മറ്റുള്ളവരോട് പറയുന്നത്. അപ്പോൾ അത് ഇവർക്കുള്ളൊരു വാണിംഗ് എന്ന നിലയിലാണ് 2 നമ്പർ പ്ലേറ്റുകളും ഒരേ സെയിം വണ്ടിയുടെ നമ്പർ സെയിം ആയതെന്നാണ് ഇവർ പറയുന്നത്. അതുപോലെ തന്നെ ഈ സെയിം രീതിയിലുള്ള അപകടം ഉടൻ ഉണ്ടാകുമെന്നത് ഒരു വെല്ലുവിളി പോലെയാണ് തനിക്ക് ഉണ്ടായതെന്നാണ് പറയുന്നത്. ഇതിൽ നിന്നും കുറച്ച് മരണം കുറച്ചല്ലോ, അതുകൊണ്ടൊരു വെല്ലുവിളി പോലെ കറക്റ്റ് 16 മരണങ്ങളിൽ കൂടെ നടക്കും എന്നുള്ളതൊരു വെല്ലുവിളി പോലെ തനിക്ക് ഉണ്ടായി എന്നുള്ള രീതിയിൽ ഇതിപ്പോൾ നടന്നു കഴിഞ്ഞല്ലോ. അതിന് മുന്നേ അവർ പോസ്റ്റ് ചെയ്തു കഴിഞ്ഞു. അതും കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു വലിയ അപകടം നടന്നിരിക്കുന്നത്. സെയിം അവർ പറഞ്ഞ പോലെ തന്നെ കൊക്കയിലേക്ക് മറിഞ്ഞ് അപകടം ഉണ്ടായിരിക്കുകയാണ്. അതുപോലെ തന്നെ ഏറ്റവും പുതിയതായിട്ട് അവർ പറയുന്നത് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ മുകളിൽ നിന്ന് ഒരു കുട്ടി താഴെ വീണ് അപകടം സംഭവിക്കുന്നു എന്നാണ്. ഒരു ചെറിയ കുട്ടി എന്നാണ് അവർ പറയുന്നത്. പക്ഷെ അവർക്കത് പറയാൻ തന്നെ നല്ല ബുദ്ധിമുട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇത്രയും ഇത് വന്ന സ്ഥിതിക്ക് വീണ്ടും ഒരു ഇങ്ങനെ എഴുതി പോസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ആളുകൾ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് അവർക്കൊരു ഭയമുണ്ട്. അവർക്ക് റീച്ചിന് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ അത് പ്രശ്നമില്ലല്ലോ. അവരിപ്പോൾ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തത് മാത്രമാണ് അവർ സ്ക്രീൻഷോട്ട് അത് കാണിച്ചിട്ടുണ്ട്. ഇത്ര ദിവസം ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സംഭവം അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. ഇപ്പം നമ്മളൊരു യാത്ര പോകുമ്പോൾ ആ പരിസരത്തെക്കുറിച്ച് നല്ലവണ്ണം അറിയാവുന്ന ഒരാൾ പെട്ടെന്ന് നമുക്കറിയാത്തൊരു കാര്യം, അവിടെ ഒരു അപകടമുണ്ട്, അവിടെ ഒരു കുഴിയുണ്ട്, അത് നമ്മളോട് പറയുമ്പോൾ വേണമെങ്കിൽ നമുക്കതനുസരിക്കാം, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാം. അത് നമ്മളോട് പറയുകയാണ്, ഒരു വാണിംഗ് പോലെ നമ്മളോട് പറയുകയാണ്. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ദൈവദൂതനെ പോലെ ഒരാളെ അയക്കുന്നതായിരിക്കാം ഒരു പക്ഷേ ഇവരത് പറയുന്നത് കൊണ്ട് അവർക്ക് തന്നെ വെല്ലുവിളി ഉണ്ടെന്നുള്ള രീതിയിലാണ് വീണ്ടും ബസ് അപകടം ഉണ്ടാകുമെന്ന്
വന്നത് അങ്ങനെ തെളിഞ്ഞ് കണ്ടതെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ വലിയൊരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. 16 പേരോളം മരിച്ചിട്ടുമുണ്ട്. ഈ യാദൃശ്ചികമായിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്പറൊക്കെ ഇങ്ങനെ കറക്റ്റായിട്ട് പറയാൻ പറ്റുമോ? ആ ബസ്സിൽ 3 കുട്ടികളുണ്ട് എന്നുള്ളത് കറക്റ്റായിട്ടാണ് അവർ പറയുന്നത്, 3 കുട്ടികളുണ്ടെന്നുള്ളത്. പിന്നെ നമ്പർ പ്ലേറ്റ് സെയിം ആയത് എല്ലാം കൂടിയൊക്കെ ഭയങ്കരമായിട്ടൊരു ദുരൂഹത. എല്ലാവരും അവരുടെ ഇതിന് വേണ്ടിയിട്ട് അടുത്തായിട്ടുള്ളൊരു അവരുടെ അടുത്ത ഒരു പ്രവചനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കുറച്ച് ആളുകളാണ്. എന്ന് വെച്ചാൽ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഇപ്പോൾ സ്വാഭാവികമായിട്ടും അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്നവരൊക്കെ ശ്രദ്ധിക്കുക. ഇപ്പോൾ വെക്കേഷൻ കൂടിയാണ്, കുട്ടികളെയൊക്കെ കൊണ്ട് പോകുമ്പോൾ. പിന്നെ ശ്രീനന്ദയുടെ ഒരു കേസിൽ അപ്പോൾ ഈ കുട്ടിയെ കാണാതായ സമയത്ത് ഇവരോട് കുറച്ച് പേര് വന്ന് ചോദിച്ചിരുന്നു കുട്ടി എവിടെയാണെന്നുള്ളത് നോക്കാൻ പറ്റുമോ. അപ്പോൾ കുട്ടി കിടക്കുന്ന സ്ഥലം കറക്റ്റായിട്ട് അങ്ങ് എഴുതി വരച്ച് കാണിച്ചു കൊടുക്കുകയല്ല, ഏകദേശമുള്ള ഒരു ഇത് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ആ കുട്ടി ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്നുള്ളത് അവർ അത് കമൻ്റായിട്ട് കൊടുത്തു എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ എല്ലാം കൂടിയൊക്കെ ആകുമ്പോൾ എന്തോ ഒരു ഇത് ഫീൽ ചെയ്യുന്നു. ചിലപ്പോൾ ഉള്ളതായിരിക്കും. ചിലപ്പോൾ നമുക്കൊക്കെ ചില സ്വപ്നങ്ങളിലൂടെ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ വേണ്ടപ്പെട്ട ഒരാൾ മരിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ആ ഒരു ഇറിറ്റേഷൻ, വെപ്രാളം അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. ചിലർ കുഴഞ്ഞു വീഴും. അതിന് മുന്നോടിയായിട്ട് നമുക്കുണ്ടാവുന്ന ആ എഫക്റ്റുകളുണ്ട്. അവർ നമ്മളോട് വന്ന് സംസാരിച്ചിട്ട് പോയ പോലെയൊക്കെ തോന്നി എന്നൊക്കെ ചിലർ പറയുന്നുണ്ടല്ലോ. അവിടെ ഡെത്തായി കഴിഞ്ഞതിന് ശേഷവും നമ്മളോട് അവർ എന്നോട് സംസാരിച്ചു അയാൾ എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേരൊക്കെ ഇത് പറയാറുണ്ട്. അത് വെറും മിത്തല്ല. അപ്പോൾ എന്തോ ഒരു ഇതുണ്ട് സംഭവം. സയൻറ്റിഫിക്കലി പ്രൂവ്ഡ് അല്ലാത്തതുകൊണ്ട് ഇവർക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ടെന്ന് അവർ മനസ്സിലാക്കിയപ്പോൾ അവർ പഠിച്ചതുമാണ് കേട്ടോ. അവർ ഇതുപോലെ ആത്മാക്കളെക്കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ പഠനശാഖ അവർ തിരഞ്ഞെടുത്തതുമാണ്, ഒരു ഫീൽഡ് തിരഞ്ഞെടുത്തതാണ്. അപ്പോൾ എന്താണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അവർ പ്രവചിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുവാണ്. അപ്പോൾ ഞാനിത് കുറച്ച് ദിവസങ്ങൾ മുന്നേ ഒരു സ്വപ്നം ഇതുപോലെ കണ്ടിരുന്നു. എൻ്റെ തൂങ്ങി മരിച്ച ഒരു കൂട്ടുകാരിയാണ് കേട്ടോ. തൂങ്ങി മരിച്ച കൂട്ടുകാരി എന്നെ കൂട്ടിക്കൊണ്ട് പോവാണ് റോഡ് സൈഡിൽ. റോഡ് വളഞ്ഞ ആ വളവിലെത്തുമ്പോഴത്തേക്കും പെട്ടെന്ന് ആൾ മാറുവാണ്, വേറൊരു ലേഡിയിലേക്ക് മാറുവാണ്. ആ ലേഡിയുടെ മുഖം പക്ഷേ വ്യക്തമല്ല. കാരണം തൂങ്ങി മരിച്ച ആളാണ് കൊണ്ടുപോയത്, എൻ്റെ ഫ്രണ്ടാണെങ്കിലും. പക്ഷേ അവിടെ ആ വളവ് കഴിയുമ്പോഴത്തേക്കും വേറൊരാളായി മാറുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം അഗ്നി സ്പാർക്ക് കാണുവാണ്. ഒരു അഗ്നി ഒന്നിനെ ദഹിപ്പിക്കുന്നത് പോലെ കാണുന്നത് നല്ലതാണെന്ന് പറയും. പക്ഷേ അഗ്നി പൊട്ടിത്തെറികൾ കാണുമ്പോൾ ഒന്നെങ്കിൽ വഴക്കുണ്ടാകും, അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം ഉണ്ടാകും എന്നൊക്കെയാണ് നമ്മളൊരു ഇതിൽ വിശ്വാസം. അതുപോലെ തന്നെ അത് രാവിലെ കണ്ട് ഉണർന്നു. അതിനുശേഷം കിച്ചണിൽ എത്തിയപ്പോഴത്തേക്കും ഒരു പല്ലി ചത്ത് കിടക്കുന്നത് പോലെയും കണ്ടിരുന്നു. അപ്പോൾ നമ്മളിത് ഇതായിട്ട് കണ്ടു. ഞാൻ ലൈവ് ചെയ്യുന്നല്ലേ, അപ്പം ഞാനിത് ലൈവിൽ പറയുകയും ചെയ്തു കേട്ടോ. ഇങ്ങനെ ഒരു സംഭവം കണ്ടത്, അഗ്നിയുടെ ഒരു ഇത് കണ്ടത് പറയുകയും ചെയ്തു. അത് കഴിഞ്ഞ് അന്ന് വൈകുന്നേരം നമ്മുടെ തൊട്ട് അപ്പുറത്ത് ആ റോഡിൻ്റെ അവിടെ ഉള്ള ഒരു ചേച്ചി, വളവിന് തന്നെയുള്ള ആ വീട്ടിൽ ആ ചേച്ചി തൂങ്ങി മരിക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഈ സെയിം സ്വപ്നം വീണ്ടും കാണുകയും ചെയ്തു കേട്ടോ. അപ്പോൾ അന്ന് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ അന്ന് അങ്ങനെ ഉള്ള ഇതൊന്നും സംഭവിച്ചില്ല കേട്ടോ. പക്ഷേ ഇതേ സെയിം രീതിയിലുള്ളത്, വിളിച്ചുകൊണ്ട് പോകുന്ന രീതിയിലുള്ളത്, അതപ്പോൾ ഈ ലേഡിയുടെ മുഖമാണ് തെളിഞ്ഞു വന്നത്. ഇവിടെ നമ്മുടെ പരിസരത്ത് മരിച്ച ആ ലേഡിയുടെ മുഖമാണ് തെളിഞ്ഞു വന്നത്. ഇതേ സെയിം രീതിയിൽ എന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നത് പോലെ. പക്ഷേ പക്ഷേ ആ ഒരു പേടി മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് വീണ്ടും കണ്ടതായിരിക്കും. അതുപോലെ അഹിതം ഒന്നും സംഭവിച്ചില്ല. ആദ്യം കണ്ടതുപോലെ അഹിതം ഒന്നും സംഭവിച്ചില്ല. പക്ഷേ RV മായ എന്ന് പറയുന്ന ഈ ഒരു ലേഡിയുടെ പ്രവചനങ്ങളും ഇങ്ങനെ സത്യമാവുന്നതും ഫലിക്കുന്നതും ഒക്കെ ഇങ്ങനെ ന്യൂസിൽ കണ്ടപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇത് എന്താ സംഭവം എന്ന് ആകെ കൺഫ്യൂഷിങ് ആണ്. അവരുടെ ഒരു മാനസികാവസ്ഥ അവർ പറയുന്നത്, ഇതിങ്ങനെ കാണുമ്പോൾ ഉള്ള എൻ്റെ ഒരു മാനസികാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. അവർക്ക് നല്ല രീതിയിൽ അവർ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്. കാരണം അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അറിഞ്ഞിട്ടും അവർക്കൊന്നും ചെയ്യാൻ പറ്റാതെ വരുമ്പോഴുള്ള ഒരു മാനസികാവസ്ഥ. അവർക്ക് ജസ്റ്റ് പോസ്റ്റ് ചെയ്യാൻ മാത്രമേ കഴിയുന്നുള്ളൂ. അവരെ കൊണ്ട് പറ്റുന്ന പോലെ അവരത് എഴുതും, വ്യക്തമായിട്ട് മാക്സിമം എഴുതും. അവർ പറയുന്നത് അവർക്ക് വരയ്ക്കാൻ അറിയില്ല. വരയ്ക്കാൻ അറിയാമായിരുന്നെങ്കിൽ അവർ കറക്റ്റായിട്ട് അതിൽ കാണുന്നത് പോലെയൊക്കെ ഏകദേശ രൂപങ്ങളൊക്കെ വരയ്ക്കാൻ അറിയാമായിരുന്നെങ്കിൽ വരച്ച് കാണിച്ചാൽ കുറച്ചുകൂടി റെസ്ക്യൂ ചെയ്യാം. മനസ്സിലായോ? അങ്ങനെയുള്ള രീതിയിലാണ് അവർ പറയുന്നത്. എന്താ സംഭവം എന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഫ്രണ്ട്സൊക്കെ? ആകെ നിഗൂഢമാണ് മനുഷ്യൻ്റെ മനസ്സ്, ഭൂമി മൊത്തത്തിലൊരു നിഗൂഢതയാണ്. ചിലർ പറയാം അന്ധവിശ്വാസമാണെന്ന് പറയാതിരിക്കാം, യാദൃശ്ചികമായിട്ട് സംഭവിക്കുന്നതാണെന്ന് പറയാം.
പക്ഷേ എന്തോ ഈ നമ്പർ പ്ലേറ്റും നമ്പേഴ്സും കുട്ടികളുടെ എണ്ണവും കറക്റ്റ് സ്ഥലവും എങ്ങനെ മറിയുന്നു, സൈഡിലോട്ട് മറിയുന്നു, പുറകിലോട്ട് മറിയുന്നു, അങ്ങനെയൊക്കെ പറയുന്നതൊക്കെ കറക്റ്റ് ആവുന്നതുകൊണ്ട് എന്തൊക്കെയോ ഒരു കൺഫ്യൂഷൻ. അതാണ്. പിന്നെ അർജുൻ്റെ മരണം അവർ പലയിടത്തും തിരഞ്ഞപ്പോഴും ഈ ലേഡി അവിടെ പറയുന്നുണ്ട് അവരുടെ വേറെ ഒരു ബോഡി കൂടി ഉണ്ട്, 2 ബോഡി ആ വെള്ളത്തിലുണ്ട് എന്നുള്ളത് അവരതിൽ പറയുന്നുണ്ട്. അവർ പറഞ്ഞിട്ടുണ്ട്. ഈ ബോഡി കണ്ടെത്തുന്നതിന് മുന്നേ ദിവസങ്ങളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടെ അവർക്കത് കൂടുതലായിട്ട് പറയാൻ പറ്റില്ല. കാരണം സമൂഹം എങ്ങനെ അത് എടുക്കുമെന്ന് അറിയില്ലല്ലോ. എങ്ങനെ അത് സമൂഹം എടുക്കുമെന്ന് അറിയില്ല. ഇത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ ഒരു മരണമാണ്. അപ്പോൾ എങ്ങനെ എടുക്കും എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ജസ്റ്റ് അവരുടെ ആ ഒരു ഇതിൽ പോസ്റ്റായിട്ട് അവരത് ഇടുന്നു. കൂടുതലായിട്ട് അത് ഉണ്ട്. ആ വെള്ളത്തിനടിയിൽ തന്നെ ആളുണ്ട്. ഒരാൾ കൂടി ഉണ്ട്. അർജുൻ മാത്രമല്ല, ആളുടെ കൂടെ ഒരാൾ കൂടി ഉണ്ടെന്നുള്ളത് വ്യക്തമായിരുന്നു. അവിടെ 2 പേരുണ്ടായിരുന്നു. അങ്ങനെ കേട്ടോ. അങ്ങനെ അവർ പറഞ്ഞിരുന്നു. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഒരു കുട്ടി താഴെ വീഴുന്ന അപകടം സംഭവിക്കുന്നത് അവരുടെ ഇതിൽ ഗ്രൂപ്പിൽ മാത്രമാണ് ഇട്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്. കാരണം ഇത്രയും അപകടം 2 സംഭവിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും പോസ്റ്റ് ചെയ്യാൻ അവർക്ക് പേടിയെന്നാണ് പറയുന്നത്. അവർക്കൊരു ഭയം. കാരണം ആളുകൾ എങ്ങനെ എടുക്കുമെന്നറിയില്ല. എന്താണെങ്കിലും ഇങ്ങനെ ഒരു ന്യൂസ് കണ്ടപ്പോൾ അത് എല്ലാവരോടും ഷെയർ ചെയ്തതാണ് കേട്ടോ. താങ്ക് യു ഫ്രണ്ട്സ്.